ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈശോയുടെ സ്നേഹം ഈ ദിവസം അനുഭവിച്ചറിയാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനം: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു പുതിയ കൽപ്പനയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആ സ്നേഹം കണ്ടിട്ട് എല്ലാവരും നിങ്ങളെ എൻ്റെ ശിഷ്യന്മാരായിട്ട് തിരിച്ചറിയും. പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളു മുഴുവൻ ശൂന്യമാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ആ ഒരു പങ്കുവെക്കിൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരിലും എത്തിക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, നിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും പങ്കുവയ്ക്കാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന